ഇനി കൊച്ചിയിലേക്കാണ്. കൊച്ചിയിൽ ഒരു പെൺകുട്ടി നേരിട്ട കൊടും ക്രൂരതയുടെ ദൃശ്യങ്ങൾ അത് ഏവരെയും ഞെട്ടിക്കും. ചാർജർ വയർ കൊണ്ട് കൊടിയ മർദ്ദനമാണ്. ദേഹമാസകലമുണ്ട് ആ മർദ്ദനത്തിന്റെ പാടുകൾ. 1-2 ദിവസങ്ങളല്ല, 5 കൊല്ലമാണ് ഒരു യുവാവിൽ നിന്ന്, കൂടെ താമസിച്ചിരുന്ന യുവാവിൽ നിന്ന് ആ പെൺകുട്ടി കൊടിയ പീഡനം ഏറ്റുവാങ്ങിയിരുന്നത്. മറ്റാരുമല്ല, പങ്കാളിയെ ക്രൂരമായി മർദ്ദിച്ചത് ഒരു യുവമോർച്ച നേതാവാണ്. ആ യുവമോർച്ച നേതാവ് കസ്റ്റഡിയിലുമായി. യുവമോർച്ച എറണാകുളം ജില്ലാ ജനറൽ സെക്രട്ടറിയാണ് കക്ഷി. പേര് ഗോപു പരമശിവൻ. സമരവേദികളിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് ഇയാളെ. പക്ഷെ ഇയാളുടെ മറ്റൊരു മുഖമാണ് ഇന്ന് പുറത്തേക്ക് വന്നത്. ആ മുഖം അല്പം വൈകൃതം നിറഞ്ഞതുമാണ്. ഒരു പെൺകുട്ടിയുമായി, ഈ പീഡനം നേരിട്ട പെൺകുട്ടിയുമായി 5 വർഷമായി ഇയാൾ ലിവിംഗ് ടുഗദറിലാണ് ഗോപു പരമശിവൻ. ഇക്കാലം അത്രയും ഈ പെൺകുട്ടി ഇയാളിൽ നിന്ന് കൊടിയ പീഡനം ഏറ്റുവാങ്ങിയിരുന്നുവെന്നാണ് പോലീസിന് നൽകിയ മൊഴി. കൊടിയ പീഡനം എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടിയുടെ ശരീരത്തിൽ 1 ഇഞ്ച് ഭാഗമില്ല മർദ്ദനമേൽക്കാത്തത്. അത്രമാത്രം ക്രൂരമായ മർദ്ദനം. കയ്യില്, പുറത്ത്, കഴുത്തില്, കാലിന്റെ തുടയില് എല്ലായിടത്തും കാണാം ആ പാടുകൾ. പൂർണ്ണമായും കൈമറയ്ക്കുന്ന തരത്തിലുള്ള വസ്ത്രം ധരിച്ചാണ് ആ സ്ത്രീ പോലീസ് സ്റ്റേഷനിൽ എത്തിയത് തന്നെ. ശരീരം ആസകലം പീഡനം. ഈ പീഡനം ഇത്ര നാൾ തുടർന്നു. ഒടുവിൽ സഹിക്കവയ്യാതെ ആ പെൺകുട്ടി കഴിഞ്ഞ ദിവസം വീട് വിട്ടിറങ്ങി രക്ഷപ്പെട്ടതാണ് ആ പെൺകുട്ടി. പക്ഷേ ഈ ഗോപു എന്ത് ചെയ്തു? പോലീസിൽ പരാതി നൽകി. ആ പെൺകുട്ടിയെ കാണാനില്ല എന്ന് പറഞ്ഞ് പോലീസ് പെൺകുട്ടിയെ കണ്ടുപിടിക്കുന്നു, കാര്യങ്ങൾ ചോദിച്ചറിയുന്നു. ഇതോടുകൂടിയാണ് ആ കൊടിയ പീഡനത്തിന്റെ കഥ പുറം ലോകം അറിയുന്നത്. ആ പെൺകുട്ടി ഇന്ന് മരട് പോലീസ് സ്റ്റേഷനിലെത്തി. പെൺകുട്ടി 5 വർഷം നീണ്ട പീഡനത്തിന്റെ കഥ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു. 5 വർഷമായിട്ട് എന്നെ ഉപദ്രവിക്കുന്നതിന് എനിക്ക് ഒന്നും പറയാനില്ല. എനിക്ക് ഉപദ്രവം മതിയായി. സഹിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. അതുകൊണ്ട് ഞാൻ അവിടെ രക്ഷപ്പെട്ടു. ചാർജറിന്റെ കേബിളും കൊണ്ട് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. അതെ, ഇല്ല ഉണ്ട്. എന്തിനാണ് ഈ മർദ്ദനം എന്ന് പോലും പലപ്പോഴും ആ പെൺകുട്ടിക്ക് അറിയില്ലായിരുന്നു. എന്തിനാണ് മർദ്ദനം എന്ന് ചോദിച്ചാൽ അറിയില്ല. എന്തിനാണ് മർദ്ദിച്ചതെന്ന് അറിയില്ല എന്നാണ് മാധ്യമങ്ങളോട് ആ പെൺകുട്ടി കാര്യങ്ങൾ വിശദീകരിച്ചത്. ഈ പെൺകുട്ടിക്ക് നേരത്തെ ഒരു വിവാഹം കഴിച്ചതാണ്. ആ വിവാഹത്തിൽ 2 കുട്ടികളുണ്ട്. ഓരോ തവണ മർദ്ദിക്കുമ്പോഴും കേണപേക്ഷിക്കും, എന്നെ മർദ്ദിക്കരുത് എന്ന്. പക്ഷേ അയാൾ ചെവിക്കൊള്ളാതെ മർദ്ദനം തുടരും. അയാളുടെ ചിത്രങ്ങളും പ്രേക്ഷകർക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ കഴിയും. കാരണം ഇങ്ങനെയുള്ള ആളുകളെ സമൂഹം കണ്ടേ മതിയാകും. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിൽക്കുന്ന വ്യക്തിത്വമാണ് ഇത്തരത്തിൽ കൊടിയ വൈകൃതം, പീഡനം നടത്തിയിരുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കൊടിയ മർദ്ദനം ഏറ്റുവാങ്ങുമ്പോഴും ഇയാൾ മർദ്ദന വിവരം പുറത്തു പറഞ്ഞാൽ ഒരു കാര്യം പറഞ്ഞായിരുന്നു, ഭീഷണി. ഈ പെൺകുട്ടിക്ക് ആദ്യ വിവാഹത്തിൽ 2 മക്കളുണ്ട്. ആ മക്കളെയും ഉപദ്രവിക്കും എന്നുള്ളതായിരുന്നു ഇയാളുടെ ഭീഷണി. സ്വന്തം മക്കൾ, അതിപ്പോൾ ആദ്യ ഭർത്താവിന്റെ കൂടെയാണെങ്കിൽ പോലും ആ മക്കൾ ഇത്തരത്തിലൊരു പീഡനം ഏറ്റുവാങ്ങേണ്ടി വരുമോ, മർദ്ദനം ഏറ്റുവാങ്ങേണ്ടി വരുമെന്ന ഭയം ആ പെൺകുട്ടിയെ മതിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ മിണ്ടാതിരുന്നത് 5 വർഷമാണ്. കാര്യമൊന്നുമില്ല, പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല. അതെ, എന്റെ കയ്യിൽ മൊത്തം പാടുണ്ട്. ഇത് കണ്ട, എന്നെ തല്ലിയത്, എന്റെ ശരീരത്തിൽ മൊത്തം പാടാണ് തല്ലിയത്. പാർട്ടി സ്വാധീനം പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിരുന്നു. ബിജെപിയുടെ പേര് പറഞ്ഞാലും ഇയാൾ ഭീഷണിപ്പെടുത്തിയിരുന്നു. പലതരത്തിലുള്ള ഭീഷണിയാണ് അയാളിൽ നിന്നും നേരിട്ടത് പെൺകുട്ടി. ഇത്തരത്തിൽ ഭീഷണി നേരിട്ട്, ഇത്തരത്തിൽ പീഡനം നേരിട്ട് ആ പെൺകുട്ടി എങ്ങനെ 5 വർഷം ഇയാൾക്കൊപ്പം കഴിഞ്ഞു എന്നുള്ളതാണ് ചോദ്യം. എന്താണെങ്കിലും ഇത്രയും വൈകിയാണെങ്കിലും പോലീസിന് മുന്നിൽ അവൾ എല്ലാം തുറന്നു പറഞ്ഞത് ഒരു ക്രൂരതയുടെ മുഖം, ഒരു നിഗൂഢമായിട്ടുള്ള മനസാക്ഷിയെ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള വെളിച്ചം വീശലായി മാറി. ഇനിയും ഉണ്ടാകരുത് ഇതുപോലുള്ള പീഡനം.